വെയിറ്റ് ചെയ്തെങ്കിലും എനിക്ക് ഏറ്റവും നല്ല ഒരാളെ കിട്ടി. ഇതിന്റെ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം ജിതിന്റെ മനസ്സിലുള്ള ആ ഒരു മിസ്സിംഗ് ഫീലിംഗ് ആയിരുന്നു. സോ ഐ വാസ് ടോട്ടലി ഇൻടു സൈക്കോതെറാപ്പി, സൈക്യാട്രി, ആ ഒരു ഏരിയയിലേക്ക് മാത്രം പോയി. So music runs in the family. Yes. And we wish the family the very best. And എങ്ങനെയാണ്, how did you find this talent? പക്ഷെ ഒരിക്കലും ഞാൻ സ്റ്റേജിൽ കയറി കഴിഞ്ഞ ഒരു 13 ഇയേഴ്സിനിടയ്ക്ക് പെർഫോം ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ എല്ലാം വാച്ച് ചെയ്യും. Hello and welcome to Madhurigitham Music Labs. In true spirit of what Madhurigitham stands for, this show is where we celebrate music and musicians. And with me today, I have the very talented musicians from Tinu's Sonic Collective Band. Tinu Talents, Joel Suresh, Jitin James. There are two others in their team about whom we'll discuss shortly. Welcome Tinu, Jitin and Joel. Thank you so much. Thank you. ഇപ്പോൾ 6 മാസം മുമ്പ് ആൽബർട്ടയിൽ തുടക്കം കുറിച്ച ബാൻഡാണ്. എല്ലാവരും ആൽബർട്ട ബേസ്ഡ് ആണ് അല്ലേ? ആൽബർട്ടയിലാണ് ബേസ് ചെയ്തിരിക്കുന്നത്. കാൽഗറിയാണ് കാൽഗറിയാണ് എല്ലാവരും. റൈറ്റ്. പക്ഷെ എല്ലാവരും എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ സ്റ്റുഡിയോയിൽ 3 പേർക്കാണ് എത്തിച്ചേരാൻ സാധിച്ചിട്ടുള്ളത്. ഇവർ 3 പേര് കൂടാതെ ബാൻഡിൽ ലീഡ് ഗിറ്റാറിസ്റ്റ് ഉണ്ട് സനിൽ. Yes, and bass guitarist. Bass guitarist ഉണ്ട്. Bass guitarist is Kiran. Kiran. Okay, Kiran and Zanil send their regards. Musical love to all our audience here. അല്ലേ? So that's great. So July 2024 ആൽബർട്ടയിൽ നിങ്ങളൊരു പറ്റം talented musicians come together, right? And when you started Tinu's Sonic Collective, what was in it in your hearts, each of your hearts? ഇത് ഉത്തരം ആൻസർ ആയിട്ട് വേണ്ട, പാട്ടായിട്ട് മതി. ഞങ്ങൾക്ക് പാട്ടായിട്ട് മതി. നിങ്ങളെ ഇവിടെ കിട്ടിയിട്ട് ഞങ്ങളെ കൊണ്ട് ഡീറ്റെയിൽഡ് ആൻസർ എഴുതിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓഡിയൻസ് സമ്മതിക്കില്ല. അതുകൊണ്ട് പാട്ടായിട്ട് പറഞ്ഞാൽ മനസ്സിൽ എന്താണ് അന്ന് തോന്നിയത്? അതൊരു പാട്ടായിട്ട് ഞങ്ങൾ പാടി കേൾപ്പിക്കാം. റൈറ്റ്. അന്നുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ Tinu's Sonic Collective is presenting as a song. Tinu's Sonic Collective Band making an impact everywhere you go. Thank you. മനസ്സിലെ ആഗ്രഹങ്ങൾ നന്മയുള്ളതാണെങ്കിൽ അതൊക്കെ സാധിക്കുന്നു പറഞ്ഞോണം. ചിന്ന ചിന്ന ആസൈന്നാ പറഞ്ഞത്. പക്ഷെ വെണ്ണിലവ് തൊട്ട് മുത്തമിടും ആസൈ ആൽബർട്ടിൽ നിന്ന് തുടങ്ങി ഇപ്പൊ ടൊറന്റോയിൽ വന്ന് മുത്തമിട്ടു. മസ്കിന്റെ സാറ്റലൈറ്റ് വണ്ടിയിലൊക്കെ കയറിപ്പോയി വെണ്ണിലവിലൊക്കെ പാടാൻ സാധിക്കട്ടെ. Tinu's Sonic Collective അല്ലേ? അപ്പൊ Tinu ഇത്രയും മനോഹരമായി ആലപിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ എങ്ങനെ പാട്ടിലേക്ക് കൊണ്ടുപോകുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി ജോയലാണ്. Such wonderful backing, so soulful in his rendition. ജോയലിനെ കുറിച്ചാണ് എനിക്ക് അടുത്തത് സംസാരിക്കാനുള്ളത്. പക്ഷെ ഞാൻ ജോയലിനോട് കുറെ നേരം സംസാരിക്കുമ്പോൾ ഹീസ് എ മാൻ ഓഫ് വെരി ഫ്യൂ വേർഡ്സ്. അദ്ദേഹത്തിന്റെ സംസാരം മുഴുവൻ കീബോർഡിലൂടെയാണ്. എന്നാൽ വാക്കുകൾക്ക് ഒരു പഞ്ചമില്ലാത്ത നമ്മുടെ ജിതിനോട് ചോദിക്കാം ജോയലിനെ കുറിച്ച്. Jitin, just so most of them already know, but Jitin is Tinu's better half, right? Both of them being mental health practitioners. Yes. It takes a lot to work with your wife and not lose your mental health. Right? That's why he started his profession into this. I see. Okay. And he's also an active part of the band. Right? And എങ്ങനെയാണ്, how did you find this talent? അത് ഒരു സ്റ്റോറിയാണ്. അതായത് എപ്പോഴും ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ചിനുവിനെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 13 ഇയേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ അതിന് മുമ്പ് തെറ്റില്ല 13 ഇയേഴ്സ്. അപ്പം ഞാൻ വിദ്യേനെ ഇഷ്ടംപോലെ ഷോസിന് നാട്ടിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ നല്ല ഫെമിലിയർ ഫേസസ് ആണ്. എനിക്കറിയാം വിദ്യേനെ നന്നായിട്ട്. അപ്പൊ ഞാൻ ടീനുവിൻ്റെ കൂടെ നടക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനെല്ലാം വാച്ച് ചെയ്യും, മോണിറ്റർ ചെയ്യും. പക്ഷെ ഒരിക്കലും ഞാൻ സ്റ്റേജിൽ കയറി കഴിഞ്ഞ ഒരു 13 ഇയേഴ്സിനിടയ്ക്ക് പെർഫോം ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ എല്ലാം വാച്ച് ചെയ്യും. എല്ലാവരുമായിട്ടും നല്ല കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാൽഗറിയിൽ ഇവിടെ വന്ന് ഒരു 4 വർഷമായിട്ട് ടീനും മ്യൂസിക്കിൽ വലിയ ഇൻവോൾവ് അല്ല. അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഒരു വിഷമമായിരുന്നു. കാരണം ഈ കഴിഞ്ഞ 13 ഇയേഴ്സ് ടീനു ലെജൻഡറി മ്യൂസിഷ്യൻസിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈവൻ SPB സാറിൻ്റെ കൂടെ തൊട്ട് വളരെ ലെജൻഡറീസ് ആയിട്ടുള്ളവരുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് 3 വർഷം 4 വർഷമായിട്ട് പ്രൊഫഷൻ മാത്രം. അപ്പോൾ എനിക്കൊരു സങ്കടം ഫീൽ ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഇതിനെ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ടു ബി ഓണസ്റ്റ് ഇതിന്റെ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം ജിതിന്റെ മനസ്സിലുള്ള ആ ഒരു മിസ്സിംഗ് ഫീലിംഗ് ആയിരുന്നു. സോ ഐ വാസ് ടോട്ടലി ഇൻ ടു സൈക്കോതെറാപ്പി, സൈക്യാട്രി ആ ഒരു ഏരിയയിലേക്ക് മാത്രം പോയി. പാട്ടെന്ന് പറയുന്നത് മൂളുന്ന പോലും ഞാൻ മിസ് ചെയ്തു പോയി. ഫുൾ ടൈം ഞാനൊരു ക്ലിനിക്കിൽ തന്നെയായിരുന്നു, പ്രാക്ടീസ് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു മിസ്സിങ് ഫീലിംഗ് തുടങ്ങിയപ്പോഴാണ് നമുക്ക് ബാൻഡ് വേണം, അല്ലെങ്കിൽ കുറച്ച് മ്യൂസീഷ്യൻസ് കൂടി അറ്റ്ലീസ്റ്റ് പാടണം എന്നുള്ളൊരു. അപ്പൊ എന്നെ നാട്ടിൽ നിന്ന് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു സൗണ്ട് എഞ്ചിനീയർ ഉണ്ട്, രഞ്ജിത്ത് ഏടൻ. മ്യൂസിക് ലോഞ്ച് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലെ സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു. സ്റ്റീഫൻ ദേവസി, സാറിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് സൗണ്ട് എഞ്ചിനീയർ ആണ്. അദ്ദേഹം പറഞ്ഞു, ജിതിനെ കാൽഗറിയിൽ ഒരു ഭയങ്കര നല്ല കിടലൻ ആർട്ടിസ്റ്റ് ഉണ്ട്, പുള്ളിനെ പിടിച്ചോണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആരാ അത്? പുള്ളിയുടെ പേര് ജോയൽ, കാൽഗറിയിൽ എവിടെയുണ്ട്, ഇതിനത് തപ്പിയെടുക്കണം, പിടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. സെർച്ച് ചെയ്ത് അവസാനം ഞാൻ കണ്ടുപിടിച്ചത് ജോയലായിരുന്നു ആള്. ഞാനിങ്ങനെ സംസാരിച്ചു. പുള്ളിനെ കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു, കാരണം പുള്ളി ബിസി ലൈഫിലായിരുന്നു. പുള്ളിക്ക് മ്യൂസിക് സ്കൂളുണ്ട് കാൽഗറിയിൽ, അപ്പോൾ പുള്ളി ഭയങ്കര ബിസിയാണ്. പക്ഷേ നമുക്ക് എല്ലാത്തിനും ഒരു ടൈമുണ്ട്. എനിക്ക് തോന്നുന്നു 7 മാസം 8 മാസം ഞാൻ വെയിറ്റ് ചെയ്തു പുള്ളിയുടെ ഒരു അവൈലബിലിറ്റിക്ക് വേണ്ടി. അതിന് ശേഷമാണ് എനിക്ക് പുള്ളിനെ കിട്ടിയത്. അങ്ങനെയാണ് ജോയൽ എനിക്ക് തോന്നുന്നു ഈ ബാൻഡ് തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് നമ്മളിവിടെ അസോസിയേറ്റ് ചെയ്യുന്ന ജോയലാണ്. ജോയലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ജോയലിനെ കുറിച്ച് ഒരു ഐഡിയ അതിനു മുമ്പ് സനിൽ നമ്മുടെ ലീഡ് ഗിറ്റാറിസ്റ്റ് റെക്കമെൻഡ് ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് ജോയലിനെ കാണാനൊന്നും പറ്റിയില്ല. പക്ഷെ ഞാൻ നമ്പർ കളക്ട് ചെയ്ത് കോണ്ടാക്ട് ചെയ്തു. പക്ഷെ അത് റൈറ്റ് പേഴ്സൺ ആയിരുന്നു, റൈറ്റ് ചോയ്സ് ആയിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്തെങ്കിലും എനിക്ക് ഏറ്റവും നല്ല ഒരാളെ കിട്ടി. Fantastic. And Joel runs his own music school also, like Calgary. Joel School of Music. Joel School of Music, and he's learnt from A.R. Rahman's Institute itself. അല്ലേ? അപ്പോൾ 7 മാസം വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല അല്ലേ? വെയിറ്റ് ചെയ്തിട്ടേ വരാവൂ. But absolutely brilliant playing. And you were also mentioning about the lead guitarist. Lead guitarist, he's amazing guitarist. രണ്ടുപേരും ബേസ് ഗിറ്റാറിസ്റ്റും ലീഡ് ഗിറ്റാറിസ്റ്റും സനിൽ അസീസ്. He was playing around like 17 years. Okay. More than 27 years. 27 years, sorry. Right. Yeah. Sorry, Sanil. Yeah, and both of them, Kiran as well. Right. So, ഇത്രയും നല്ല മ്യൂസീഷ്യൻസിനെ നമുക്ക് കളക്ട് ചെയ്ത് കിട്ടിയപ്പോൾ അതുവരെ നമ്മളൊരു ബാൻഡ് എന്നുള്ളത് ഇങ്ങനെ പോകണം എന്നൊന്നൊരു പ്ലാൻ ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ ജാം ചെയ്യാനായിട്ട് ഒരു സ്റ്റുഡിയോയിലേക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എല്ലാവർക്കും എന്തുമാത്രം പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത്. അപ്പം അറിയാതെ ഞാൻ കണ്ടെത്തിയ പൊട്ടൻഷ്യലാണ് ഇത്. കാരണം ഡ്രം വായിക്കും അല്ലെങ്കിൽ തബല വായിക്കും എന്ന് അറിയാമെങ്കിലും ഒരു ഷോയ്ക്ക് ഇതൊരു പെർഫോം ചെയ്ത് കണ്ടിട്ടില്ലായിരുന്നു. സോ ഈ ജൂലൈയിലാണ് വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആള് വേറെ ലെവലാന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഒളിഞ്ഞിരുന്ന ആ ഒരു കഴിവെല്ലാം മനസ്സിലാക്കി. പെർക്കഷനിസ്റ്റ് ആണ്, ബാൻഡിന്റെ മാനേജറാണ് അല്ലേ, ബാൻഡിന്റെ ഒരു വക്താവ് കൂടിയാണ്. നെടുന്തൂണാണ്. ക്വിക്ക് ക്വസ്റ്റ്യൻ, നിങ്ങള് ടീനു ഐഡിയ സ്റ്റാർ സിംഗറിൽ പാടുന്നത് 2007 അല്ലേ? ആ സമയത്ത് വിവാഹിതയായിരുന്നില്ല? അല്ല. ടീനുവിനെ ഐഡിയ സ്റ്റാർ സിംഗറിൽ കണ്ട് ഇഷ്ടപ്പെട്ടതാണോ? ഇല്ല, കണ്ടിട്ടില്ല. കേരളം മൊത്തം ടീനു ടാലൻസിന്റെ പാട്ട് കേട്ടു, കേരളം മൊത്തം ടീനുവിനെ കണ്ടു, പക്ഷെ അന്നൊന്നും ജിതിൻ കണ്ടിട്ടില്ല. പുള്ളി ഫുൾ ടൈം ജിമ്മിലായിരുന്നു. എനിക്ക് 2012 കല്യാണം ആലോചിക്കുന്ന സമയത്ത് സ്റ്റാർ സിംഗർ എന്ന് അറിഞ്ഞു വരുന്നവർ മാത്രം ഉള്ളായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു സ്റ്റാർ സിംഗർ എന്ന് അറിയുമായിരിക്കും വിചാരിച്ചു. പക്ഷെ പെണ്ണ് കാണാൻ വീട്ടിൽ വന്നിരുന്നിട്ടും ആൾക്കറിയില്ലായിരുന്നു ഞാൻ പാട്ട് പാടുന്നത്. അത് എനിക്കൊരു വലിയ അടിയായിരുന്നു. നമുക്ക് രണ്ടും കൂടി ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് ഒരു പാട്ട് പാടിയാലും. ഇപ്പൊ ഐഡിയ സ്റ്റാർ സിംഗറിൽ ടീനു പാടിയ എത്രയോ പാട്ടുകൾ ഇപ്പോഴും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. എന്നാൽ ഞാൻ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറ്റാം. വിവാഹം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ജിതിന് വേണ്ടി ഒരു പാട്ട്, ഞാൻ സ്റ്റാർ സിംഗറിൽ പാടിയ ഈ പാട്ട് അന്ന് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, ജിതിന് ഇഷ്ടാവുമോ എന്ന് ചോദിച്ച് ടീനു പാടിയ ഒരു പാട്ടിലേക്ക് നമുക്ക് പോവാം. അതേതായിരുന്നു? ഭയങ്കര വലിയൊരു ചോദ്യമാണല്ലോ. ഇത്രയും വലിയ ചോദ്യങ്ങൾ ചോദിക്കരുത്. പക്ഷെ എന്നാലും ആ പാട്ട് ആലോചിച്ച് എല്ലാവർക്കും വേണ്ടി പാടും എന്നാണ് കിട്ടിയോ? കേട്ടെ.
പൊരുൾ പോലെടാ. ഇത് ഞാൻ പറയാൻ പ്രത്യേക കാരണം ആ സമയത്ത് എനിക്ക് ചിത്ര ചേച്ചിയോട് ഒത്തിരി ഇഷ്ടമുണ്ടെന്ന് ശരത് സാറോട് എപ്പോഴും പറയുമായിരുന്നു. ചേച്ചിയുടെ പാട്ട് മാത്രമേ പാടുള്ളായിരുന്നു. അങ്ങനെ എനിക്ക് ചേച്ചീനെ കണക്ട് ചെയ്ത് തന്നു സാറ് അതിന്റെ ആരാധന കാരണം. അപ്പൊ ചേച്ചീനെ ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കും ചെന്നൈയിലേക്ക്. പാട്ട് സെലക്ട് ചെയ്ത് തരുമെന്ന് ചോദിക്കും. പിന്നെ സെലക്ഷൻ മോശം എന്നുള്ള കമന്റ് വരുമായിരുന്നു ആ ഇടയ്ക്ക്. പാട്ടൊക്കെ നന്നായിരുന്നു, പക്ഷെ സെലക്ഷൻ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയും. എപ്പോഴും പറയുന്ന നമ്മൾ കേൾക്കുന്ന കമന്റ് ആണല്ലോ. അപ്പൊ ചേച്ചി എനിക്ക് സെലക്ട് ചെയ്ത് തന്ന പാട്ടാണ് ടീനി, ഇത് പാടി നോക്കും. അപ്പൊ അവർക്ക് ഭയങ്കര സ്പെഷ്യൽ. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പറയും, ഈ പാട്ട് ഞാൻ പാടി, എനിക്ക് നല്ല മാർക്ക് കിട്ടി ഈ പാട്ടിന്. അത് ഞാൻ ഇടയ്ക്കെല്ലാം പറയുമായിരുന്നു. ഇല്ല എന്ന് പറയാൻ ഒരു മെന്റൽ ഹെൽത്ത് പ്രാക്ടീഷണറും തയ്യാറാവില്ല. സോ ടീനു, ഇപ്പോൾ ബാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിരവധിയുണ്ട്. ഒത്തിരി ബാൻഡുകളുണ്ട്, കുറേ ടാലൻസ് ഉണ്ട്, ദർ ഓൾ കമ്മിങ് ടുഗെദർ. പക്ഷേ എപ്പോഴും നമ്മളൊരു ബാൻഡ് എന്ന് പറയുമ്പോൾ വി വിൽ ഹാവ് അവർ ഓൺ യുണീക് സ്ട്രെങ്ത് അല്ലേ? സോ ഓൾ ദിസ് ടാലൻറ്റ് കംസ് ടുഗെദർ, ദർസ് എ യുണീക് സ്ട്രെങ്ത് ദറ്റ് കംസ് ഔട്ട് ഓഫ് ഇറ്റ്. സോ ഇഫ് ഐ വെയർ ടു ആസ്ക് ടീനു സോണിക് കളക്റ്റീവിൻ്റെ യുണീക് സ്ട്രെങ്ത് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വുഡ് ബി യുവർ ആൻസർ? ഇത് ഞങ്ങൾ കണ്ടുപിടിച്ചതാണ്. ബാൻഡ് തുടങ്ങിയതിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ കേരളത്തിലൊരു ബാൻഡ് പെർഫോം ചെയ്യുന്നതിനേക്കാളും ഡിഫറൻസ് ഉണ്ട്. കാനഡയിൽ പല രാജ്യത്തു നിന്നുള്ളവർ ഒന്നിച്ച് വരുന്നു. അതൊരു സ്മോൾ ഏരിയയിലാണ് അവരുള്ളത്. അപ്പൊ ഞങ്ങൾ ആദ്യം പെർഫോം ചെയ്യുന്നത് ഒരു സ്പാനിഷ് കമ്മ്യൂണിറ്റിയുടെ ഓഡിയൻസ് ആയിരുന്നു, അവരുടെ മുന്നിലായിരുന്നു. അപ്പൊ ഞങ്ങൾ പാടിയത് ഹിന്ദുസ്ഥാനി, ഫ്യൂഷൻ, പിന്നെ മലയാളം പാടി, തമിഴ്, ഹിന്ദി എല്ലാ ലാംഗ്വേജസും പാടി. പക്ഷെ അതവർ റിസീവ് ചെയ്തത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു. സോ മൾട്ടി ലിംഗ്വൽ ആണ് നമ്മുടെ ആ ഒരു യൂണിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എല്ലാ ലാംഗ്വേജസും നമ്മളുടെ സൗത്ത് ഏഷ്യൻ മ്യൂസിക് ബാൻഡ് എന്നുള്ള ഒരു, അതായത് എല്ലാ ലാംഗ്വേജസും നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കും. അപ്പം അത് എല്ലാവർക്കും ഒരുപോലെ ഇരുന്ന് എൻജോയ് ചെയ്യാം. ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി ഒരു ക്രിസ്മസ് കാലത്ത് ടീനു ഒരു ഇംഗ്ലീഷ് പാട്ട് അന്ന് വിദ്യ ഇന്റർവ്യൂ ചെയ്തായിരുന്നു. I remember that. So truly multilingual, multicultural. This band is very multicultural. പല ഷോസിനും നമ്മളുടെ ടാഗ് ലൈനും മൾട്ടി കൾച്ചറൽ മ്യൂസിക് ഷോ എന്നായിരിക്കും. ഇപ്പോൾ തിരക്കേറിയ ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഷോസ് ചെയ്യുന്നുണ്ട് in which you are singing compositions of other singers and other composers. പക്ഷേ do you have a dream of having your own band's song? തീർച്ചയായിട്ടും 2025 നമ്മൾക്ക് ഒന്നല്ല അതിൽ കൂടുതൽ വേണമെന്നാണ് ആഗ്രഹം. എങ്കിലും നമ്മളുടേതായ ഒരു സിംഗിൾ ഇറക്കിയിരിക്കും. അതിനുള്ള ഒരു നമ്മൾ അതിൻ്റെ ഒരു വർക്കിലാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ ക്രിസ്മസ് സോങ് ഒരു സിംഗിൾ ആയിരുന്നു, പക്ഷെ അത് ബാൻഡിൻ്റെതല്ലായിരുന്നു. അപ്പം അത് പാടിയപ്പോൾ തന്നെ അത് ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു റിസീവ് നമുക്ക് കിട്ടിയ നല്ലൊരു ഫീഡ്ബാക്ക് ആയിരുന്നു. അപ്പം ഇനിയുള്ള പ്ലാൻ എന്ന് പറയുന്നത് നമ്മളുടെ ബാൻഡിൻ്റെതായിട്ടുള്ള ഒരു നമ്മളുടെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു സിംഗിൾ ആണ് 2025 നമ്മുടെ ഡ്രീം. അതിന് എല്ലാവരും അതിനുള്ള കപ്പാബിലിറ്റി കപ്പാസിറ്റി ഉള്ളവരാണ് എല്ലാവരും. അപ്പൊ പിന്നെ അതിനെ മ്യൂസിക് പ്രൊഡക്ഷൻ, സൗണ്ട് എഞ്ചിനീയറിംഗ്, പിന്നെ എല്ലാ മ്യൂസിഷ്യൻസ് ആണ്, പ്യുവർ മ്യൂസിഷ്യൻസ് ആണ്. അവർ അതിനോട് 100% ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കുന്നവരാ. ഇപ്പം ഞാൻ ഓരോരുത്തരെയും ഇത് പറയുന്നല്ല, ഗിറ്റാറിസ്റ്റ് ആണെങ്കിലും ഓരോരുത്തരും അവർക്ക് ഇപ്പോഴും 27 വർഷമായിട്ട് പുള്ളി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളി ഇപ്പോഴും പാട്ട് ഹിന്ദുസ്ഥാനി പഠിക്കുന്നു. എന്തിനാന്ന് വെച്ചാൽ പുള്ളിക്ക് പാടാനല്ല, ഗിറ്റാർ പെർഫോം ചെയ്യാൻ, അതിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി. ഇദ്ദേഹം എല്ലാവരും വളരെ ഡെഡിക്കേറ്റഡ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ആൾക്കാരെ നമ്മളത് യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ അതൊരു നമുക്കൊരു. സോ വി വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങളുടെ ആദ്യത്തെ സിംഗിൾ റിലീസ് ആവുമ്പോൾ ഞങ്ങൾ തന്നെ നിങ്ങളുടെ ഇന്റർവ്യൂ തീർച്ചയായിട്ടും മധുരഗീതം ഞങ്ങളെ തേടിയില്ല, ഞങ്ങൾ അങ്ങോട്ട് തേടി വരും. അതെ അതെ, ഞങ്ങൾ റിലീസ് ചെയ്തു. പക്ഷേ മൾട്ടിലിംഗ്വൽ ആണെന്ന് പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു ആദ്യത്തെ 2 പാട്ടും തമിഴ് പാട്ടാണ്. ശരിയാണ്. If I were to ask you to switch to an evergreen Malayalam melody for our audience, അത് കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. തീർച്ചയായും നമ്മൾ ഈ പറഞ്ഞത് സത്യമാണ്. സോ ഓവർ ടു യു, ഒരു നല്ല മലയാളം. തീർച്ചയായിട്ടും.
ടീനു, എനിക്ക് അറിയാൻ കഴിഞ്ഞത് നിങ്ങൾ 5 പേര് ബാൻഡിലുണ്ട്. പക്ഷെ ഈ ഡ്രമ്മർ എപ്പോഴെങ്കിലും ടീനുമായിട്ട് ഉടക്കിന്ന് വെക്കുക. കാരണം പെർക്കഷനിസ്റ്റ് ഭർത്താവും കൂടിയാണല്ലോ, ഉടക്ക് സ്വാഭാവികം. അങ്ങനെ അങ്ങനെ വരുന്ന സമയത്ത് ഷോയില് പെർഫോം ചെയ്യാൻ ഒരു കുട്ടി പെർക്കഷനിസ്റ്റും കൂടി ഉണ്ട് എന്ന് അറിയാൻ കഴിയും. നേരത്തെ ഒരു സ്റ്റാൻഡ് ബൈ എടുത്ത് വെച്ചിട്ടുണ്ട്. ജെയ്ഡൻ ജോസഫ് ജെയിംസ്, സ്മാർട്ട് ബോയ്. ഓക്കെ. ആള് എനിക്ക് തോന്നുന്നു ഞാൻ നമ്മുടെ സിംഗേഴ്സിനെ എല്ലാവരെയും ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ മോൻ്റെ വീഡിയോസ് കാണിക്കുമായിരുന്നു. 1 വയസ്സ് മുതലേ പുള്ളി എന്നാ ഓരോ ഡ്രംസ് നന്നായിട്ട് പ്ലേ ചെയ്യുമായിരുന്നു. എന്നുവെച്ചാൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഓരോ എന്താ പറയാ, നിങ്ങൾ അതിനെ പറയുന്നത് എന്താണ്, ഓരോ ഫോർമാറ്റ് പാറ്റേൺസ് ഒക്കെ തന്നെ പറ്റുന്ന പോലെയല്ല. 1 വയസ്സിലിപ്പോ നമുക്ക് സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ എങ്കിലും ഒരു പാറ്റേൺ എങ്ങനെയൊക്കെയോ വരും. അപ്പൊ അന്ന് മുതലേ ആൾക്ക് ഇതിനുള്ളൊരു ടാലന്റ് ഉണ്ടെന്ന് അറിയായിരുന്നു. പെട്ടെന്ന് സ്മാർട്ട് ലേണറാണ്, പെട്ടെന്ന് എല്ലാ പാട്ടുകളും പഠിച്ചെടുക്കും. പ്രാക്ടീസിന് ഇരുന്നാൽ മതി, റിഹേഴ്സൽ കേട്ടാൽ തന്നെ ആള് പഠിച്ചെടുക്കും. അപ്പൊ എപ്പോഴെങ്കിലും ഭർത്താവുമായിട്ട് വഴക്കായാൽ ഞാൻ പറയും ഞാൻ മോനെ വിളിക്കും. പിന്നെ സ്റ്റേജ് ഷോസിന് പെർഫോം ചെയ്തിട്ടുണ്ട് ആള്. കാരണം വേറെ കുറെ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് ജിതിന്. അപ്പം ടിംബാലെ, ഞാൻ തബല പ്ലേ ചെയ്യും. ഞാൻ വേറെ ടോംസും സെപ്പറേറ്റ് റിതം പാഡും ടെമ്പോ ഇതൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ലാസ്റ്റ് ഫൈനൽ സോങ്സിന് മിക്കവാറും മോനാണ് ഡ്രം വായിക്കുന്നത്. പിന്നെ പുള്ളി എനിക്ക് ഓരോ പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പോഴും പുള്ളി എന്നെ കറക്റ്റ് ചെയ്ത് തരും. അവിടെ വായിച്ചത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, ആ സ്റ്റിക്ക് പിടിക്കേണ്ട സ്റ്റൈൽ അങ്ങനെയല്ല, ഇതിങ്ങനെ പിടിച്ചാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്നൊക്കെ പുള്ളിയുടെ ആയിട്ടുള്ള ടിപ്സ് ഒക്കെ പറഞ്ഞു തരും. So music runs in the family. Yes. And we wish the family the very best. ഇനി ടീനു ഞാൻ ഇനി ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് ചിന്തിക്കാതെ പാട്ടായിട്ട് ഉത്തരം പറയാം. റാപ്പിഡ് ഫയർ. പക്ഷെ പാടാനുള്ള ഒരു സമയം കിട്ടും. പാട്ട് കട്ട് ചെയ്യുന്നില്ല. പക്ഷെ എന്നാൽ ചോദിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓടി വരുന്ന പാട്ട് ആദ്യം പാടണം. ഓക്കെ, ഞാനൊരു വാക്ക് മാത്രമേ പറയുള്ളൂ. Here we go. So ജെയ്ഡൻ, മോനെ പറ്റി ആലോചിക്കുമ്പോൾ ആദ്യം വരുന്ന പാട്ട് ലവ്ലി. നമ്മുടെ സ്വന്തം വാനമ്പാടി ചിത്ര ചേച്ചി. കുറെ പാട്ട് വരും, ഒറ്റ പാട്ട്. തങ്കത്തോണി തേന്മലയോരം കണ്ടേ പാലക്കൊമ്പിൽ പാൽക്കാവടിയും കണ്ടേ കന്നീല കൊമ്പിളിൽ മുള്ളില്ല പൂവുണ്ടേ ഇടനെഞ്ചിൽ തുടിയുണ്ടേ തുടികൊട്ടും പാട്ടുണ്ടേ കരകാട്ടം കാണാൻ അത്താനുണ്ടേ. അത്താനെ കുറിച്ചൊരു പാട്ട്. ഉണ്ട്, പാട്ടുണ്ട്. അയല പൊരിച്ചതുണ്ട്, കൊടംപുളി ഇട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളി ഇട്ട് വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്. ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ. മച്ചുനോട് ടീനുവിനെ പറ്റി ഞാനൊരു പാട്ട് പാടാൻ പറഞ്ഞ മച്ചുനൻ ഏതാ ആദ്യം പാടുക? എൻ കരളിൽ വാക്കു തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാം. അതാ പാടുക? ഒരിക്കലും അല്ല. മായ്ച്ചു കളഞ്ഞു, എല്ലാം മായ്ച്ചു കളഞ്ഞു. പറയാൻ പറ്റത്തില്ലല്ലോ, പറയാൻ പറ്റില്ല. ഹസ്ബൻഡ്സ് ചോദിച്ചാൽ ഞാൻ പറയും മലരെ മൗനമായി. മലരെ മൗനമാ. മൗനമായിട്ടിരിക്കുമെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇല്ലാതില്ല, മലരെ മൗനമാ.
பேசுமா பேசினால் ஓயுமா அன்பே மலரி மலர்கள் பேசுமா. അങ്ങനെ പാടിക്കാൻ പറ്റും. നമ്മൾ ഒരുമിച്ച് ഇപ്പൊ പാടിയില്ലേ അല്ലേ? ആൻഡ് ഇങ്ങനെ ഞാൻ ആലോചിക്കായിരുന്നു, ഒരു ബാൻഡിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ആ പാട്ടുകാരൻ പാട്ട് ആലോചിക്കുമ്പോൾ തന്നെ അവിടെ കോഡ് റെഡിയാണ്, വിതൗട്ട് എനി ഡിസ്കഷൻ, നോ സീറോ റിഹേഴ്സൽസ്, റൈറ്റ്? സോ that friendship, that camaraderie is so evident. So God bless you all. പക്ഷേ ഈ camaraderie കുറിച്ച് ഒരു പാട്ടും കൂടി ഞാൻ പാടാൻ പറഞ്ഞു. ഏതോ പാട്ട്? നമ്മുടെ ഒരു ഗ്രൂപ്പിനെ യെസ്, ഈ ഗ്രൂപ്പിനെ കുറിച്ച് എനിക്ക് വരുന്ന പാട്ട് ഞാൻ 2006 ആദ്യമായിട്ട് പ്ലേ ബാക്ക് സിംഗിങ്ങിൽ പാടിയ പാട്ടാണ്. ഞാൻ, വിധു ചേട്ടൻ, സിസിലി എബ്രഹാം, ഞങ്ങൾ ഒരു 3 പേരുടെ നിന്ന് പാടിയ പാട്ടാണ്. അതെന്റെ എൻട്രി പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക്. മതിയാവിൽ ഒരു നാളും ഈ ഒരു നല്ലൊരു നേരം എത്ര കേട്ടാലും നിങ്ങളുടെ ബാൻഡിന്റെ പാട്ട് മതിയാവില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ എല്ലാ ഭാവങ്ങളും ഒരിക്കൽ കൂടി നേരുന്നു. 2025 is a big year for Tinu Sonic Collective. They're going to come out with their original singers and more live shows all across Canada, beyond borders. Yeah. Thank you. ഒരുപാട് പാട്ട് ഞങ്ങൾ പാടിച്ചു എന്നറിയാം. പക്ഷേ ഞങ്ങൾ ജസ്റ്റ് സൈൻ ഓഫ് ചെയ്യുമ്പോൾ ഒരു പാട്ട് എനിക്ക് കൈലാഷ് മേനൻ സാറിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഹരിശങ്കറും ശ്രേയാജിയും പാടിയൊരു പാട്ട്. നമുക്ക് ആ പാട്ട് പാടിയിട്ട് പ്രോഗ്രാം മൈൻഡ് അപ്പ് ചെയ്താലോ? വിദ്യയാണ് മെയിൻ സിംഗർ, ഞാൻ സപ്പോർട്ടിംഗ് സിംഗർ. ശരി, ഇതൊരു ഓണറായിട്ട് കരുതണം. ഓക്കെ, ടിനു സോണിക് കളക്റ്റീവിൽ ഭാഗമാവാൻ കഴിഞ്ഞതിൽ എനിക്ക് സാധ്യതയുണ്ട്. നമുക്ക് ഗസ്റ്റ് സിംഗേഴ്സിന് ആവശ്യം വരും. This was Tinu Sonic Collective in Madhurgeetham Music Labs, where we truly celebrate music. ജീവാംശമായി താനേ നീ കാലങ്ങൾ മുന്നേ വന്നു. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഈ